കാർമിക് ക്ലിയറൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരാത്മാവ് അതിൻ്റെ എല്ലാ കർമ്മഘടങ്ങളെയും വീട്ടിത്തീർക്കുന്നതിനെയാണ് കാർമിക് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഈശ്വരൻ്റെ ആത്മ ഊർജത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ശുദ്ധാത്മാക്കൾ ഭൂമിയിൽ ജന്മമെടുക്കുന്നു, കർമാസ ചെയ്ത് അനുഭവങ്ങൾ എടുക്കുന്നു, അശുദ്ധമാകുന്നു, ആ അശുദ്ധിയെ മാറ്റിയെടുക്കാൻ വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുക്കുന്നു. അങ്ങനെ അവസാന ജന്മങ്ങളിലെത്തി അശുദ്ധമായ ആത്മാവിനെ കംപ്ലീറ്റ് ആയിട്ടും ശുദ്ധമാക്കുന്നു. അങ്ങനെ ശുദ്ധമാകുന്നതോടുകൂടി ആ ആത്മാവിൻ്റെ ഇതുവരെയുള്ള എല്ലാ കാർമിക് ക്ലിയറൻസും നടക്കുന്നു. ഒരു സോളിന് മറ്റൊരു സോളിനോടുള്ള കാർമിക് ക്ലിയറൻസ് നടന്നു കഴിഞ്ഞാൽ ആ സോൾസ് തമ്മിൽ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ആ സോൾസ് തമ്മിലുള്ള കർമ്മഘടങ്ങൾ അവിടെ വീട്ടിൽ കഴിയുകയല്ലേ ചെയ്യുന്നത്. എല്ലാ സോൾസിനും കാർമിക് ക്ലിയറൻസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെയോ അവസാന ജന്മങ്ങളിലെത്തിയ ഓൾഡ് സോൾസിന് മാത്രമാണ് കാർമിക് ക്ലിയറൻസ് എല്ലാം നടത്തേണ്ടത്. അതായത് ട്വിൻ ഫ്ലെയിംസ് ആയ DMനും DFനും. DM എങ്ങനെയാണ് കാർമിക് ക്ലിയറൻസ് നടത്തുന്നത്? റിയാലിറ്റിയിൽ തന്നെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ജോബ് ഇവരോടൊക്കെ ഒപ്പം ജീവിച്ചുകൊണ്ടാണ് DM കർമാസ് ക്ലിയർ ചെയ്യുന്നത്. DF എങ്ങനെയാണ് കർമ്മ ക്ലിയർ ചെയ്യുന്നതെന്നറിയോ? ഇന്നർ വർക്ക് ചെയ്ത് തൻ്റെ എനർജി വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ട് വന്നിട്ടാണ് DF കർമാസ് ക്ലിയർ ചെയ്യുന്നത്. ഇനി DFൻ്റെയും DMൻ്റെയും 7 ചക്രാസ് സെയിം ആയതുകൊണ്ട് തന്നെ DFൻ്റെ എനർജി വൈബ് ഉയരുമ്പോൾ ഓട്ടോമാറ്റിക്കലി DMൻ്റെയും എനർജി വൈബ് ഉയരുന്നു. DMൻ്റെ എനർജി വൈബ് ഉയരുന്നത് വഴി DMൻ്റെ എനർജി വൈബിനും മാച്ച് അല്ലാത്ത എനർജി വൈബുള്ള എല്ലാവരും DMൽ നിന്നും അകന്നകന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ DMന് അവരോടുള്ള കാർമിക് ക്ലിയറൻസ് പെട്ടെന്ന് നടക്കുന്നു. DMൻ്റെ എനർജി വൈബ് ഉയരാൻ DFൻ്റെ ഇന്നർ വർക്ക് സഹായിക്കുന്നു. ശരിക്കും ഈ ജേർണി ലീഡ് ചെയ്യുന്ന ഡ്രൈവർ ഒരു DF തന്നെയാണ്. DM അതിൻ്റെ പുറകെ വന്നോളും. ഡിവൈൻ ഗോഡ് ഒരു ഗൈഡ് മാത്രമാണ്. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.